ഇന്ത്യയുടെ ഭരണഘടന അങ്ങനെ ചോദ്യത്തിലേക്ക് വരികയാണ്. ഗോവിന്ദൻ മാഷ് വളരെ വിശാലമായ ക്യാൻവാസിൽ വരച്ചതുകൊണ്ട് ക്യാൻവാസിൽ വരച്ചതുകൊണ്ട് ഞാനും പെട്ടെന്ന് വരാം. അപ്പൊ ആ മതനിരപേക്ഷത അത് ഇന്ത്യയുടെ ഭരണഘടന ഉണ്ടാക്കിയത് സ്വാതന്ത്ര്യ സമര സേനാനികൾ ആണല്ലോ അതിന് മുഖ്യ പങ്ക് വഹിച്ചത്. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ പങ്കെടുത്തവരുടെ ഇപ്പോ ജാതി ചോദിക്കരുത് പറയരുത് എന്നൊക്കെ പറയുന്ന ഈ കേരളത്തിൽ അറിയാതെ ഞാനൊന്ന് ആലോചിച്ചു പോവുക, ഭൂരിപക്ഷ ആളുകൾ ഹിന്ദുക്കളായിരുന്നു. മൗലാന അബുൽ കലാം ആസാദോ അങ്ങനെയുള്ള ദേശീയ മുസ്ലിങ്ങളായിട്ടുള്ള കുറേ ആളുകൾ, ഭൂരിപക്ഷം ഹിന്ദുക്കളുള്ള ഭരണഘടനാ സമിതിയാണ് ഇന്ത്യൻ ഭരണഘടന മതനിരപേക്ഷമായ ഭരണഘടനയാണെന്ന് തീരുമാനിച്ചു. അതാണ് ബഹുസ്വരതയുടെ അടിസ്ഥാനം. ഇന്നിപ്പോ ഇവിടെ വേണ്ടതെന്താ? മതദേശീയത കൊണ്ടുവന്ന് രാജ്യത്തിൻ്റെ മതേതരത്വം തകർക്കുന്നു. അതിൻ്റെ കൈവഴികൾ മാഷ് പറഞ്ഞതാണ്. എന്താണ്? പൗരത്വ നിയമം കൊണ്ടുവരുന്നു, മുത്തലാഖ് നിരോധിക്കുന്നു, എന്താണ് ഏക സിവിൽ കോഡ് കൊണ്ടുവരുന്നു. ഇപ്പോൾ ഇന്ത്യ രാജ്യത്ത് പിന്നെ സന്ദീപ് വാര്യരോട് രാഷ്ട്രീയം പറയുന്നു എന്ന് പരിഭവിക്കരുത്. പ്രധാനമന്ത്രി പറഞ്ഞു മോഡിയുടെ ഗ്യാരണ്ടി. പക്ഷെ പ്രധാനമന്ത്രി കൊടുത്ത ഗ്യാരണ്ടി 10 കൊല്ലത്തിനകം നടപ്പിലാക്കിയത് അദ്ദേഹം ലോക്സഭയിൽ അവസാനം പറഞ്ഞത്, യോഗി ആദിത്യനാഥും പറഞ്ഞത്, ഞങ്ങൾ രാമക്ഷേത്രം പണിയെന്ന് പറഞ്ഞു. പണിതു. തീർച്ചയായിട്ടും കൊടുത്ത ഗ്യാരണ്ടി നടപ്പിലാക്കി, സമ്മതിച്ചു. പക്ഷേ രാമക്ഷേത്രത്തെ തുടർന്നുള്ള അതിൻ്റെ പ്രതിഷ്ഠയെ സംബന്ധിച്ച തർക്കങ്ങളിലേക്കല്ല ഞാൻ കടക്കുന്നത്. അതിനകത്താണ് ശ്രീ ശശീന്ദ്രൻ്റെ ചോദ്യം വരുന്നത്. ഉത്തരേന്ത്യയിൽ കോൺഗ്രസ് ഒരു മൃദു ഹിന്ദുത്വ സമീപനം സ്വീകരിക്കുന്നു. ഹിന്ദുത്വം ഒന്നേ ഉള്ളൂ, അത് മൃദു തീവ്രമായിട്ടുള്ള ഹിന്ദുത്വം അല്ലാതെ മൃദു ഹിന്ദുത്വമൊന്നുമില്ല. മൃദു ഹിന്ദുത്വം എന്നൊക്കെ പറയുന്നത് പേരിട്ട് വിളിക്കുന്നതാണ്. അത് ഈ ഗോവിന്ദൻ മാഷും ഇടതുപക്ഷ ബുദ്ധിജീവികളും ഞങ്ങളാണോ നിങ്ങളാണോ RSSനെയും BJPയും സ്ട്രോങ്ങായിട്ട് എതിർക്കുന്നത് എന്നുള്ള ഒരു മത്സരത്തിലാണ് ഇപ്പോൾ ഏർപ്പെട്ടിരിക്കുന്നത്. ഞങ്ങളാണ് ഏറ്റവും ശക്തിയായി എതിർക്കുന്നത് എന്ന് ഗോവിന്ദൻ മാഷ് പറയുന്നു. ഞാൻ അതിനെ നിഷേധിക്കുന്നു. കാരണം ഇതൊക്കെ ആണെങ്കിലും എതിർക്കുന്നവരാണ്, ഇല്ലെന്നല്ല ആശയപരമായി. പക്ഷേ കേരളത്തിന് വേണ്ടി ചില അന്തർധാരകളുണ്ട് എന്നാണ് ഞങ്ങളുടെ. ആ അന്തർധാരകൾ വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല. കേരളം ഭരിക്കുകയല്ലേ, കേന്ദ്രം ഭരിക്കുന്നത് BJP അല്ലേ. അപ്പോൾ പല കാര്യങ്ങളും ഇപ്പം കേന്ദ്ര അവഗണനയ്ക്കെതിരായി ഇപ്പോൾ ഏറ്റവും 7 വർഷം കഴിഞ്ഞപ്പോഴാണ് മാഷും കൂട്ടരും ഡൽഹിയിലേക്ക് പോയത്. ധനകാര്യ കമ്മീഷന്റെ റിപ്പോർട്ട് വന്നിട്ട് നാളെത്രയായി?